ശ്രീരാമഭക്തനായ രാമദാസ് തന്റെ ശിഷ്യന്മാർക്കായി രാമായണ കഥ വായിച്ചും വിശദീകരിച്ചും കൊടുക്കുകയായിരുന്നു. ആ കഥകൾ കേൾക്കാൻ ദൂരദൂരങ്ങളിൽ നിന്നുപോലും ഭക്തന്മാർ എത്തിയിരുന്നു. അക്കൂട്ടത്തിൽ അവർക്കാർക്കും പരിചിതനല്ലാത്ത ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. വേഷം മാറി വന്ന ഹനുമാൻ ആയിരുന്നു അത്. ഹനുമാന്റെ ലങ്കാപ്രവേശനം ആയിരുന്നു അന്നത്തെ വായന. രാമദാസ് ഇങ്ങനെ വായിച്ചു: സീതയെ തേടി അശോകവനിയിൽ എത്തിയ ഹനുമാൻ അവിടെയെങ്ങും വെളുത്ത പൂക്കളെ കണ്ടു. എന്നാൽ സ്വന്തം രൂപത്തിൽ ചാടി എഴുന്നേറ്റുകൊണ്ട് ഹനുമാൻ പറഞ്ഞു: തെറ്റ്, ഞാൻ കണ്ടത് ചുവന്ന നിറത്തിൽ ഉള്ള അഗ്നിപുഷ്പങ്ങൾ ആയിരുന്നു. കഥ കേട്ടു രസിച്ചിരുന്ന ഭക്തരെല്ലാം ഞെട്ടി. ഹനുമാന്റെ ദർശനത്തിൽ അവർക്ക് ഭയവും സന്തോഷവും അദ്ഭുതവും ഉണ്ടായി. എന്നാൽ ശാന്തനായി രാമദാസ് ഹനുമാനോട് പറഞ്ഞു: അങ്ങ് അന്ന് കണ്ടത് വെളുത്ത പൂക്കളാണ്. അപ്പോൾ അശോകവനിയിൽ പോയി നേരിട്ട് പൂക്കൾ കണ്ട ഞാൻ കള്ളം പറയുകയാണെന്നാണോ താങ്കൾ പറയുന്നത്? ഹനുമാൻ കോപാകുലനായിക്കൊണ്ട് ചോദിച്ചു. രാമദാസിനു അപ്പോൾ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തുള്ള രാമവിഗ്രഹത്തിനടുത്ത് പുസ്തകം വച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഉടനെ പ്രത്യക്ഷപ്പെട്ട ശ്രീരാമ ഭഗവാൻ ഹനുമാനോടായി പറഞ്ഞു: വെളുത്ത പൂക്കൾ എന്ന് രാമദാസ് പറഞ്ഞത് ശരിയാണ്. അന്ന് ആ പൂക്കൾ കാണുമ്പോൾ ഹനുമാന്റെ കണ്ണുകൾ കോപത്താൽ കലങ്ങിയിരുന്നു. തന്മൂലം പൂക്കളുടെ നിറം ചുവപ്പാണെന്നു തോന്നിപ്പോയതാണ്. ഈ കഥ നൽകുന്ന ഗുണപാഠം എന്തെന്നാൽ നാം എങ്ങനെ ലോകത്തെ നോക്കി കാണുന്നുവോ ലോകം അങ്ങനെ ഇരിക്കും. സ്നേഹത്തോടെ ആനന്ദത്തോടെ നോക്കുന്നവർക്കെല്ലാം ലോകം നന്മയുടേതാണ്. കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ.